മയിലുകൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണ്. എന്നാൽ അതുപോലെ തന്നെ വലിയ സാമ്പത്തിക മൂല്യമുള്ളവ കൂടിയാണ്. ഇന്ത്യയിൽ മയിലുകളെ കൊല്ലുന്നതോ വേട്ടയാടുന്നതോ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ചൈന, അമേരിക്ക, തായ്ലാന്റ് പോലെയുള്ള രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും മയിലുകളെ വളർത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. എന്തുകൊണ്ടാണ് ചൈന പോലുള്ള രാജ്യങ്ങളിലെ കർഷകർ മയിലുകളെ വളർത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. മയിലുകളുടെ ശരിയായ പേര് പീഫോൾ എന്നാണ്. ആൺപക്ഷികളെയാണ് പീകോക്ക് എന്ന് വിളിക്കുന്നത്. പെൺപക്ഷികളെ പീനിസ് എന്നും കുഞ്ഞുങ്ങളെ പീച്ചിക്സ് എന്നും അറിയപ്പെടുന്നു. കാലക്രമേണ പീകോക്ക് എന്നത് ഈ ഇനത്തിലെ മുഴുവൻ പക്ഷികൾക്കുമുള്ള പൊതുനാമമായി മാറി. ഇന്ത്യയിൽ മയിലുകളെ ട്രേഡ് ചെയ്യുന്നത് കുറ്റമാണെങ്കിലും അമേരിക്കയിൽ ഒരു യങ് ആയിട്ടുള്ള മയിലിന് $200 മുതൽ $500 വരെ, അതായത് 40,000 രൂപക്ക് മുകളിൽ വിലയുണ്ട്. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ മയിലുകളാണെങ്കിൽ $2,000 അഥവാ 1.25 ലക്ഷം രൂപയോളം വിലയുണ്ട്. എന്നാൽ വെള്ളമയിൽ, മൾട്ടി കളേർഡ് പീകോക്ക് തുടങ്ങിയ അപൂർവമായ മയിലുകളുടെ പേരിന് $10,000 അഥവാ 8 ലക്ഷം രൂപയിലധികം വിലയുണ്ട്. ഓരോ വർഷവും ചൈന മയിൽ കൃഷിയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. ചൈനയിലെ യുന്നാൻ, ഗുവാങ്സി തുടങ്ങിയ പ്രദേശങ്ങളിലെ വലിയ മയിൽ ഫാമുകളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആയിരക്കണക്കിന് മയിലുകളെ കയറ്റി അയക്കുന്നുണ്ട്. പുതിയ മയിലുകൾക്ക് ആദ്യം നിറമില്ലാത്ത ചിറകുകൾ ഉണ്ടാകും. പക്ഷേ ഇവ വളരുമ്പോൾ അവയുടെ നിറങ്ങൾ കൂടുതൽ തെളിച്ചം വന്നു തുടങ്ങും. ഒരു മയിലിന്റെ ചിറകുകൾ പൂർണ്ണമായി വളരാൻ ഏകദേശം 3 വർഷം എടുക്കും. ഏറ്റവും അപൂർവവും അത്ഭുതകരവുമായ ഇനങ്ങളിൽ ഒന്നാണ് വൈറ്റ് പീകോക്ക്. അത്യന്തം മനോഹരമായ വെളുപ്പുള്ള മയിലുകളാണ് ഇവ. നീല മയിലുകളുടെ ഒരു അപൂർവമായ ജനറ്റിക് ഭേദഗതിയാണ്. മയിലുകളുടെ സൗന്ദര്യവും പീലികളും തന്നെ ഇവയുടെ പ്രധാന മൂല്യമാണ്. മയിലുകളുടെ ചിറകുകൾ ഫാഷൻ മേഖലകൾക്കും കലാപരവും ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾക്കുമായി വളരെയധികം ആവശ്യമുള്ളവയാണ്. ഇപ്പോൾ മയിലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് കാരണത്താൽ മയിൽപീലികളുടെ ഡിമാൻഡും വർദ്ധിക്കുകയായിരുന്നു. ഒരു മയിൽപീലിക്ക് $5 മുതൽ $20 അഥവാ 2,000 രൂപയോളം വരെ പീലിയുടെ ക്വാളിറ്റിയും മറ്റും കണക്കിലെടുത്ത് പണം ലഭിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൂട്ടിലിട്ട് വളർത്തുന്ന മയിലുകൾ അവരുടെ പ്രജനന കാലത്ത് പൊഴിക്കുന്ന തൂവലുകളാണ് ഫാമുകളിലെ കർഷകരെടുത്ത് പുറം രാജ്യങ്ങളിൽ വിൽക്കുന്നത്. ഈ തൂവലുകൾ ഹോം ഡെക്കറേഷൻസ്, ഫാഷൻ, ജ്വല്ലറി ആവശ്യങ്ങൾ, ചൈനയിലെ ഫെങ്ഷുയി പോലെയുള്ള മതങ്ങളുടെ മതാചാരങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പുറം രാജ്യങ്ങളിൽ കല്യാണം പോലെയുള്ള ഇവന്റുകളിൽ അലങ്കാരമായി മയിലുകളെ ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇവയെ $300 മുതൽ $1,000 വരെ വില നൽകി റെന്റിനായി വരെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മയിലുകളെ പ്രദർശിപ്പിക്കുന്നത് തന്നെ ഒരു ആകർഷകമായ ബിസിനസ്സായി മാറിയിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ മയിലുകളുടെ ഇറച്ചി ഒരു ലക്ഷറി മീറ്റായാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഇവയെ ഭക്ഷണത്തിനായും മറ്റും വലിയ വിലക്കാണ് വിൽക്കാറുള്ളത്. അതായത് ഒഫീഷ്യൽ കണക്കുകൾ അല്ലെങ്കിലും ഇന്റർനാഷണൽ എക്സോട്ടിക് മീറ്റ് മാർക്കറ്റിലൊക്കെ മയിലിറച്ചിക്ക് കിലോക്ക് 8,000 രൂപയോളം വിലയുണ്ട്. കൂടാതെ ചിലയിടങ്ങളിൽ ഇവയുടെ തൂവലുകൾ ഔഷധത്തിനായും മറ്റും ഉപയോഗിക്കാറുണ്ട്. മയിലുകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന പര്യാപ്തമായ വിസ്തൃതിയുള്ള ഒരു പരിസ്ഥിതി ആവശ്യമുണ്ട്. ഓരോ വലിയ മയിലിനും കുറഞ്ഞത് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ്. കൂടാതെ 6 മുതൽ 7 അടിയോ അതിൽ കൂടുതലോ ഉയരമുള്ള മയിലിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിച്ച വലിയ ഷെഡുകൾ ആവശ്യമാണ്. കഠിനമായ കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു താമസ സ്ഥലം നിർബന്ധമായും ഒരുക്കേണ്ടതുണ്ട്. അകത്ത് മരം കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കണം. രാത്രികാലങ്ങളിൽ അവയിൽ മയിലുകൾക്ക് വിശ്രമിക്കാൻ കഴിയണം. ഒരു പെൺമയിൽ സാധാരണയായി 3 മുതൽ 5 മുട്ട വരെയാണ് ഇടുന്നത്. ഇവ ചെറുതായി കുഴിച്ചെടുത്ത ഗ്രൗണ്ടിലെ കൂടുകളിലാകും ഇടുന്നത്. സാധാരണയായി ഉയർന്ന പുല്ലിന്റെ ഇടയിലും മറ്റും ഒളിപ്പിച്ചിട്ടുണ്ടാകും. മുട്ട വിരിയുന്നതിനുള്ള സമയം 27 മുതൽ 30 ദിവസങ്ങൾക്കിടയിലാണ്. ഈ കാലയളവിൽ അമ്മ മയിൽ മുട്ടകൾക്ക് ചൂടും സുരക്ഷയും നൽകുന്നതിന് അടുത്തായി ഉണ്ടാകും. മുട്ട വിരിഞ്ഞതിനു ശേഷം ചെറിയ മയിൽ കുഞ്ഞുങ്ങൾ വളരുന്നതിനോടൊപ്പം അവയുടെ പ്രത്യേകതയുള്ള അലങ്കാര തൂവലുകൾ വളരാൻ തുടങ്ങും. എന്നാൽ ആൺമയിലുകൾക്ക് അവരുടെ പൂർണ്ണമായ ചിറകുകളുടെ നിറവും ഭംഗിയും 3 മുതൽ 4 വയസ്സാകുമ്പോഴാണ് ലഭിക്കുന്നത്. ശ്രദ്ധയോടെ പരിപാലിച്ചാൽ മയിലുകൾക്ക് 35 വർഷം വരെ ജീവിക്കാനാകും. മയിലുകൾ ധാന്യങ്ങൾ, കീടങ്ങൾ, ചെറിയ പാമ്പുകൾ, മത്സ്യങ്ങൾ, തവളകൾ എന്നിവ ആസ്വദിച്ച് കഴിക്കും. ഫാമുകളിൽ ഇവരെ ധാന്യങ്ങളും പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരങ്ങളും ചേർന്ന സമതുലിത ആഹാരമാണ് നൽകുന്നത്. ഇത് അവയുടെ ഊർജ്ജനിലയും അവയുടെ പീലികൾക്ക് തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്നു. കർഷകർ സാധാരണയായി മയിലുകളെ 2 മുതൽ 3 വയസ്സ് വരെയാണ് വളർത്തുന്നത്. പിന്നീട് അവയെ വിൽക്കുന്നു. ഈ പ്രായത്തിൽ മയിലുകൾ പൂർണ്ണമായി വളർന്നതും ഭംഗിയുള്ള ആരോഗ്യകരമായ ചിറകുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശരിയായി പരിപാലിച്ചാൽ ഇവക്ക് മികച്ച വില ലഭിക്കും. ഓരോ വർഷവും മോൾട്ടിംഗ് സീസണിൽ ഫാമിലെ മയിലുകളുടെ പഴയ ചിറകുകൾ സ്വാഭാവികമായി പൊഴിയുകയും പുതിയതിന്റെ വളർച്ചയ്ക്ക് സ്ഥലം ഒരുക്കുകയും ചെയ്യും. കർഷകൻ ഓരോ വീണ് കിടക്കുന്ന മയിൽപീലികളും വളരെ ശ്രദ്ധയോടെ ശേഖരിക്കുന്നു. ഫാഷനും ഇന്റീരിയർ ഡിസൈനും പോലുള്ള വ്യവസായങ്ങളിൽ മയിലിന്റെ പീലികൾക്ക് ആവശ്യകത വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ചൈന പോലുള്ള രാജ്യങ്ങളിലെ നിരവധി കർഷകർക്ക് മയിൽ വളർത്തൽ വഴി ദീർഘകാല സാമ്പത്തിക സാധ്യതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.